പരിചയിച്ച സംഭവങ്ങളാണ് കണ്ണൂരിലുണ്ടായത്. ആക്രി കച്ചവടം ചെയ്ത് ജീവിച്ചിരുന്ന ദമ്പതികളുടെ ആദ്യത്തെ കുഞ്ഞായിരുന്നു അത്. ഇന്നലെ രാത്രി 11ഓടെ കുഞ്ഞിന്റെ മൃതദേഹം കിണറ്റിൽ നിന്ന് കണ്ടെത്തിയത് മുതലുള്ള ദുരൂഹതകളാണ് പകൽ അവസാനിക്കും മുൻപേ തീർന്നത്. പിതാവിന്റെ മരണത്തോടെ 12കാരിയെ നാട്ടിൽ നിന്ന് കൂടെ കൊണ്ടുവന്നതാണ് മരിച്ച കുഞ്ഞിന്റെ അച്ഛൻ. ചെറുപ്പത്തിൽ അമ്മ ഉപേക്ഷിച്ചു പോയതിനാൽ പെൺകുട്ടിക്ക് മാതൃവാത്സല്യം കിട്ടിയിരുന്നില്ല. ആ സ്നേഹവും ലാളനയും കിട്ടിയത് വളർത്തച്ഛനിൽ നിന്നും വളർത്തമ്മയിൽ നിന്നുമായിരുന്നു. സ്നേഹസമ്പന്നമായ ആ ജീവിതത്തിനിടയിലേക്കാണ് ഒരു കുഞ്ഞുകൂടി വന്നത്. ആദ്യ സന്താനത്തിന് സ്നേഹത്തിന്റെ നല്ലൊരു പങ്കും ആ മാതാപിതാക്കൾ നൽകിയപ്പോൾ വളർത്തുമകളായ തന്നോട് സ്നേഹം കുറഞ്ഞെന്നാണ് 12കാരിയുടെ മൊഴി. ഇതാണ് അതിൻ്റെ മനസ്സിലെ ഈ ഒരു കുഞ്ഞുങ്ങളെ ഇളയ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കഴിയുമ്പോൾ നാട്ടുകാരും വീട്ടുകാരും ഉൾപ്പെടെ അന്നും പറയും ഇന്നും പറയും, ഓ ഇനി ഒരു കൊച്ചു വന്ന് ഇനിയിപ്പം നിന്നെ ഇനി ആർക്കും വേണ്ട. ഇത് അന്നും പറയും ഇന്നും പറയും. ഇനി ഒരു കാലത്തും അത് മാറത്തില്ല. അന്നും പറയും, ഓ ഇനിയിപ്പോൾ ഒരു കൊച്ചു വന്ന് ഇനിയിപ്പം നിന്നെ എന്തിനാ, ഓ ഇനിയിപ്പോൾ അതിനെ സ്നേഹിച്ചാൽ മതി, നിന്നെ സ്നേഹിക്കണ്ടല്ലേ. വിവരമുള്ള ആൾക്കാർ പറയത്തില്ല, പക്ഷേ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ആ കുഞ്ഞിൻ്റെ മനസ്സിലത് എത്രത്തോളം ആഴത്തിലത് മുറിവേക്കുമെന്നുള്ള കാര്യം പലർക്കും അറിയത്തില്ല. 12 വയസ്സുള്ളൊരു കുഞ്ഞ് 4 മാസം പ്രായമെന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കേ. കൊലയിലേക്ക് നയിച്ചതെന്ന് പോലീസ്. രാത്രി മൂത്രമൊഴിക്കാൻ ഇറങ്ങിയപ്പോൾ അമ്മയ്ക്കൊപ്പം ഉറങ്ങുകയായിരുന്ന കുഞ്ഞിനെ തിരിച്ചെത്തിയപ്പോൾ കാണാനില്ല എന്നായിരുന്നു പെൺകുട്ടി ആദ്യം പോലീസിനോട് പറഞ്ഞിരുന്നത്. പിന്നീട് പലതവണയായി ചോദിച്ചപ്പോഴാണ് കുട്ടി കുറ്റം സമ്മതിച്ചത്. പുറത്തുനിന്ന് ഒരു സീരിയലുണ്ടായിരുന്നു, എന്തായിരുന്നു, മഞ്ഞുരുകം കാലം. അതിൻ്റെ അകത്ത് ജാനിക്കുട്ടിയുടെ ഒരു കഥയുണ്ട്. അത് വളർന്നു വരുന്ന ഇതേ കണക്കൊരു അച്ഛനും അമ്മയുടെ ഒരു രണ്ടാനമ്മ വളർത്തി ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു പ്രായം വരെ ആയി രണ്ടാമതൊരു കുഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇതിനെ അവോയ്ഡ് ചെയ്യുന്ന ഒരു കഥയുണ്ട്. അതിൽ ഓരോ എപ്പിസോഡിലും പിന്നെ നമുക്കിങ്ങനെ അതിനോട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എടുത്തിങ്ങനെ പറയുന്ന ഓരോ എപ്പിസോഡ്സ് ആയിരുന്നു. എനിക്കിത് കണ്ടപ്പോൾ അതാ ഓർമ്മ വരുന്നത്. എന്തുവാ ഒരു 12 വയസ്സുള്ള ഒരു കുഞ്ഞ് സഹോദരങ്ങളെ ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാലേ അതിൻ്റെ മനസ്സിൽ എത്രത്തോളം അത് വേദനിച്ചിട്ട്, ചിലപ്പോൾ മാതാപിതാക്കൾ കുറ്റക്കാരായിരിക്കത്തില്ല, ചിലപ്പോൾ എന്ന് വെച്ചാൽ പൊടി കുഞ്ഞല്ലേ, ചിലപ്പോൾ അതിൻ്റെ കാര്യം കുറച്ച് അധികം നേരം ശ്രദ്ധിക്കണമായിരിക്കും. 4 മാസമുള്ള കുഞ്ഞല്ലേ. അപ്പോൾ അവളെ മനസ്സിലങ്ങനെ ആരെങ്കിലുമൊക്കെ മുറിവേൽപ്പിച്ചതായിരിക്കും. അല്ലാതെ അത്രയും ക്രൂരമായിട്ടൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ കഴിയാത്ത ക്വാർട്ടേഴ്സിൽ നിന്ന് കുഞ്ഞ് പുറത്തുപോയതിൽ 12കാരിയുടെ പങ്ക് മാതാപിതാക്കൾ സംശയിച്ചിരുന്നുവെന്നും പോലീസ് പറയുന്നു. സംഭവത്തിൽ നടുങ്ങിയിരിക്കുകയാണ് മാതാപിതാക്കളും കുടുംബവും.